നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ മിസ്റ്ററിയെക്കുറിച്ചല്ല. കേൾക്കുമ്പോൾ തന്നെ നട്ടലിലൂടെ ഒരു തണുപ്പ് പടരുന്ന 60ഓളം വർഷമായി ലോകത്തെ വമ്പൻ അന്വേഷണ ഏജൻസികളെ പോലും വട്ടം കറക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. റഷ്യയിലെ യുറൽ പർവ്വതനിരയിലെ ആ 9 യുവാക്കൾക്ക് എന്ത് പറ്റി? അവരെ കൊന്നത് മനുഷ്യനാണോ, അതോ പ്രകൃതിയാണോ, അതോ നമ്മൾ അറിയാത്ത മറ്റേതെങ്കിലും ശക്തികളാണോ? ആരായിരുന്നു അവർ? 1959 തണുപ്പ് കാലം. 10 മിടുക്കരായ പർവ്വതാരോഹകർ, എല്ലാവരും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. ഇവർ റഷ്യയിലെ ഏറ്റവും കഠിനമായ ഒരു മലനിര കീഴടക്കാൻ യാത്ര തിരിക്കുന്നു. യാത്രാമധ്യേ ഒരാൾക്ക് സുഖമില്ലാതായതോടെ അയാൾ മടങ്ങിപ്പോയി. ബാക്കി 9 പേർ യാത്ര തുടർന്നു. പക്ഷേ ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും ഇവരെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. തിരച്ചിൽ സംഘം മലമുകളിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. അവരുടെ ടെന്റ് അകത്തു നിന്ന് കത്തി ഉപയോഗിച്ച് കീറിയ നിലയിലായിരുന്നു. പുറത്ത് 30 ഡിഗ്രി തണുപ്പുള്ളപ്പോൾ വസ്ത്രങ്ങൾ പോലും ധരിക്കാതെ നഗ്നപാതരായി ഇവർ എന്തിനാണ് ടെന്റിന് പുറത്തേക്ക് ഓടിയത്? അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. അന്വേഷണത്തെ കുഴപ്പിച്ച 10 ചോദ്യങ്ങൾ ഇവയാണ്. മരിച്ചവരിൽ ചിലരുടെ തലയോട്ടി തകർന്നിരുന്നു, ചിലരുടെ വാരിയലകൾ പൊട്ടിയിരുന്നു. വിചിത്രമായ കാര്യം എന്തെന്ന് വെച്ചാൽ പുറമെ ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് ഉള്ളിലെ എല്ലുകൾ തകർക്കപ്പെട്ടത്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വലിയൊരു മർദ്ദം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ചിലരുടെ നാവുകളും കണ്ണുകളും കാണാനില്ലായിരുന്നു. ഇത് വന്യമൃഗങ്ങൾ ചെയ്തതാണോ അതോ മറ്റാരെങ്കിലും അപഹരിച്ചതാണോ എന്നും വ്യക്തമല്ല. മരിച്ചവരുടെ വസ്ത്രങ്ങളിൽ അമിതമായ അളവിൽ റേഡിയേഷൻ കണ്ടെത്തി. ആൾ താമസമില്ലാത്ത ആ മഞ്ഞുമലയിൽ എവിടെ നിന്നാണ് റേഡിയേഷൻ വന്നത്? റഷ്യ അവിടെ വല്ല രഹസ്യ ആയുധ പരീക്ഷണം നടത്തിയിരുന്നു? രാത്രിയിൽ ആകാശത്ത് വിചിത്രമായ ഓറഞ്ച് നിറത്തിലുള്ള വെളിച്ചങ്ങൾ കണ്ടതായി ആ പരിസരത്തുണ്ടായിരുന്ന മറ്റു ചില പർവ്വതാരോഹകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് മിസൈലുകളാണോ അതോ അന്യഗ്രഹ ജീവികളാണോ? അവർ എന്താണ് അവിടെ അനുഭവിച്ചത്? പ്രാദേശിക ഗോത്രവർഗ്ഗക്കാർ വിശ്വസിക്കുന്നത് ആ മലനിരകളിൽ ജീവിച്ചിരുന്ന യതി അവരെ ആക്രമിച്ചു എന്നാണ്. പർവ്വതാരോഹകരുടെ ക്യാമറയിൽ നിന്ന് ലഭിച്ച അവസാന ചിത്രങ്ങളിൽ ഒന്ന് വിചിത്രമായ ഒരു രൂപത്തിൻ്റെതായിരുന്നു. കാറ്റ് വീശുമ്പോൾ മലനിരകളിൽ ഉണ്ടാകുന്ന ഇൻഫ്രാസൗണ്ട് അവരിൽ വല്ല പേടിയും ഭ്രാന്തും ഉണ്ടാക്കിയതാണോ എന്നും സംശയമുണ്ട്. ഇവർക്കിടയിൽ KGB ഏജന്റുമാർ ഉണ്ടായിരുന്നു. ആയുധ കൈമാറ്റത്തിനിടയിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയതാണോ എന്നും സംശയമുണ്ട്. റഷ്യൻ സർക്കാർ 2020 പറഞ്ഞത് ഇതൊരു മഞ്ഞുവീഴ്ചയാകാമെന്നാണ്. പക്ഷേ പർവ്വതാരോഹകർക്ക് മഞ്ഞുവീഴ്ച തിരിച്ചറിയാൻ കഴിയില്ലേ? അവർ എന്തിനാണ് വസ്ത്രമില്ലാതെ പുറത്തേക്ക് ഓടിയത്? ആ മലയുടെ പേര് കോലാത്സ്വാക്ല എന്നാണ്. പ്രാദേശിക ഭാഷയിൽ ഇതിനർത്ഥം മരിച്ചവരുടെ മല എന്നാണ്. പണ്ട് 9 വേട്ടക്കാർ അവിടെ മരിച്ചു വീണ ചരിത്രവുമുണ്ട്. കൃത്യം 9 പേർ തന്നെ ഇത്തവണയും മരിച്ചു എന്നതും യാദൃച്ഛികമാണോ? ശാസ്ത്രലോകം ഇന്നും ഈ കേസ് പഠിക്കുന്നുണ്ട്. സ്ലാബ് അവലാഞ്ച് സിദ്ധാന്തം മുതൽ അന്യഗ്രഹ ജീവികൾ വരെ പല കാരണങ്ങൾ പറയപ്പെടുന്നു. പക്ഷേ ആ രാത്രിയിൽ അവിടെ ശരിക്കും എന്ത് സംഭവിച്ചുവെന്ന് ആ മലനിരകൾക്കും മരിച്ചുപോയ ആ 9 പേർക്കും മാത്രമേ അറിയാവൂ. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഏറ്റവും വലിയ ക്രൂരതകളിലൊന്നായി ഡയാഡ്ലോപാസ് ഇന്നും നിലകൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.